അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ ലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ വലില്ലാഹിൽ ഹംദ്. പ്രിയമുള്ളവരെ, ഏറ്റവും മഹത്തായ ദിനങ്ങളിലാണ് നമ്മൾ. ഈ സന്ദർഭം നഷ്ടപ്പെട്ടു പോകാതിരിക്കുവാൻ വേണ്ടി ചില ദിക്റുകളെ സംബന്ധിച്ചുള്ള ഉണർത്തലുകളിലാണ്. എല്ലാ പ്രഭാതവേളയിലും പ്രദോഷങ്ങളിലും കിടക്കാൻ നേരത്തുമൊക്കെ നമ്മളോട് പ്രത്യേകമായി പാരായണം ചെയ്യാൻ നിർദ്ദേശിക്കപ്പെട്ടിട്ടുള്ള വളരെ പ്രാധാന്യമർഹിക്കുന്ന ഏറ്റവും മഹത്തായ ഒരു ആയത്തുണ്ട്. അത് ആയത്തുൽ കുർസിയാണ്. അല്ലാഹു ലാ ഇലാഹ ഇല്ലാ ഹുവൽ ഹയ്യുൽ ഖയ്യൂം ലാ തഅഖുദുഹു സിനത്തും വലാ നൗം ലഹു മാ ഫിസ് സമാവാതി വമാ ഫിൽ അർദ് മൻ ദല്ലദീ യശ്ഫഉ ഇൻദഹു ഇല്ലാ ബിഇദ്നിഹി യഅലമു മാ ബൈന ഐദീഹിം വമാ ഖൽഫഹും വലാ യുഹീതൂന ബിശൈഇൻ മിൻ ഇൽമിഹി ഇല്ലാ ബിമാ ശാഅ വസിഅ കുർസിയ്യുഹു സമാവാതി വൽ അർദ് വലാ യഊദുഹു ഹിഫ്ദുഹുമാ വഹുവൽ അലിയുൽ അലീം. ഈ മഹത്തായ ആയത്ത് പാരായണം ചെയ്യുന്നത് വളരെ പ്രാധാന്യമർഹിക്കുന്ന ഒരു കർമ്മമാണ്. അതുകൂടാതെ സൂറത്തുൽ ഇഖ്ലാസ് 3 പ്രാവശ്യവും സൂറത്തുൽ ഫലഖ് ഖുൽ അഊദു ബിറബ്ബിൽ ഫലഖ് എന്ന് തുടങ്ങുന്ന സൂറത്ത് 3 പ്രാവശ്യവും സൂറത്തുൻ നാസ് അഥവാ ഖുൽ അഊദു ബിറബ്ബിൻ നാസ് എന്ന് തുടങ്ങുന്ന സൂറത്ത് 3 പ്രാവശ്യവും പാരായണം ചെയ്യേണ്ടതുണ്ട്. വളരെ ശ്രദ്ധേയമായ ഒരു പ്രാർത്ഥനാ വചനം. അത് പ്രാർത്ഥനാവചനങ്ങളിലെ നായക സ്ഥാനത്താണ് നിൽക്കുന്നത്. പ്രത്യേകിച്ച് പശ്ചാത്താപ പ്രാർത്ഥനകളുടെ നായക വശത്താണ് നിൽക്കുന്നത് എന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സൂചിപ്പിക്കുകയുണ്ടായത്. സയ്യിദുൽ ഇസ്തിഗ്ഫാർ, പാപമോചന പ്രാർത്ഥനകളുടെ നേതാവായ പ്രാർത്ഥന. അതിപ്രകാരമാണ്: അല്ലാഹുമ്മ അൻത റബ്ബി ലാ ഇലാഹ ഇല്ലാ അൻത ഖലഖ്തനി വഅന അബ്ദുക വഅന അലാ അഹദിക വവഅദിക മസ്തതഅതു അഊദു ബിക മിൻ ശർരി മാ സനഅതു അബൂഉ ലക ബിനിഅമതിക അലയ്യ വഅബൂഉ ബിദംബി ഫഗ്ഫിർ ലി ഫഇന്നഹു ലാ യഗ്ഫിറു ദുനൂബ ഇല്ലാ അൻത. വളരെ ശ്രദ്ധേയമായ ഒരു പ്രാർത്ഥനാ സമർപ്പണമാണ്. അല്ലാഹുവേ, നിന്റെ ദാസനായ നിലയിൽ നിന്നോടുള്ള ചില കരാറിന്റെ അടിസ്ഥാനത്തിലും നീ ഞങ്ങൾക്ക് നൽകിയിട്ടുള്ള വാഗ്ദാനത്തിന്റെ അടിസ്ഥാനത്തിലും സാധ്യമായ സാഹചര്യങ്ങളിലൊക്കെ നിർവഹിക്കുവാനും പ്രവർത്തിക്കുവാനും സജ്ജമായിട്ടാണ് ഞങ്ങൾ ശ്രദ്ധിക്കപ്പെട്ടിട്ടുള്ളത്. അള്ളാഹുവേ, നീ ഞങ്ങൾക്ക് നൽകിയിട്ടുള്ള അനുഗ്രഹങ്ങളെ സംബന്ധിച്ച് നമുക്കറിയാം. അത് ഞാൻ സമ്മതിക്കുകയാണ്. അതോടൊപ്പം തന്നെ ഞാൻ നിർവഹിച്ചു പോയ എല്ലാ തിന്മകളെയും ഞാൻ സമ്മതിക്കുകയാണ്. ഞാൻ നിന്നിലേക്ക് മടങ്ങുകയും അത് പറയുകയും ചെയ്യുന്നു. അള്ളാഹുവേ, നീ ഞങ്ങൾക്ക് പുറത്തു തരണം. നീയല്ലാതെ പുറത്തു തരുവാൻ മറ്റാരുമില്ല എന്നതാണ് എൻ്റെ ഏകദേശ ആശയം. അപ്പോൾ ഈ പ്രാർത്ഥനയും വളരെ ശ്രദ്ധേയമായൊരു പ്രാർത്ഥനയാണ് എന്ന് നമുക്ക് വ്യക്തമായ ബോധ്യമുണ്ടാകണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇതിന്റെ പ്രാധാന്യം സൂചിപ്പിച്ചത് ഇപ്രകാരമാണ്: പ്രഭാതത്തിൽ ഒരാൾ ഈ പ്രാർത്ഥനാ വചനം ഉച്ചരിച്ചിട്ടുണ്ടെങ്കിൽ പ്രദോഷമാകുന്നതിന് മുമ്പെങ്ങാനും അദ്ദേഹം മരണപ്പെട്ടു പോയാൽ അദ്ദേഹം സ്വർഗത്തിന് അർഹനായിത്തീരുന്നു. ഇത് പ്രഭാതം മുതൽ പ്രദോഷം വരെയാണ് അതിന്റെ സമയം. വീണ്ടും പ്രദോഷത്തിൽ നമ്മൾ വീണ്ടും അത് ആവർത്തിക്കണം. എന്നാൽ അടുത്ത പ്രഭാതത്തിനുള്ളിൽ മരണം സംഭവിച്ചാൽ സ്വർഗത്തിലാണ് എന്നാണ്. ഇത്രത്തോളം മഹത്തായ സൗഭാഗ്യങ്ങൾ ഒരുക്കി വച്ചിട്ടുള്ള പ്രാർത്ഥനകൾ കൊണ്ട് നാം അനുഗ്രഹിക്കപ്പെട്ടവരാണ്. ആ പ്രാർത്ഥനകളെയൊക്കെ മറന്നു പോകാതെ, വിസ്മരിച്ചു പോകാതെ, പ്രത്യേകിച്ച് ഈ മഹത്തായ ദിനങ്ങളിൽ അതെന്നും നഷ്ടപ്പെട്ടു പോകാത്ത വിധം നമുക്ക് നമ്മുടെ ആത്മീയ പ്രവർത്തനങ്ങൾ ധന്യമാക്കാനും അള്ളാഹു ഒരുക്കി വെച്ചിട്ടുള്ള പ്രതിഫലങ്ങൾ ഏറ്റുവാങ്ങാനും കഴിയണം. റബ്ബ് സുബ്ഹാൻ അതിനുള്ള തൗഫീഖ് നമുക്കും നമ്മുടെ ചുറ്റുപാടുകൾക്കും നമ്മുടെ കുടുംബാദികൾക്കും ലോക മുസ്ലിമീങ്ങൾക്കും അള്ളാഹു നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന പ്രാർത്ഥനയോടെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.